കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ MP-ആയി ജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. സുരേഷ് ഗോപിയെ വേട്ടയാടുക എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ 74,686 വോട്ടിന് വിജയിപ്പിച്ച സമ്മതിദായകരെ, വോട്ടർമാരെ അധിക്ഷേപിക്കുകയാണ്. തൃശ്ശൂരിലെ വോട്ടർമാരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അധിക്ഷേപിക്കുകയാണ്. ആദ്യം കിരീടത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അധിക്ഷേപം. രണ്ടാമത് തൃശ്ശൂർ പൂരത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു അധിക്ഷേപം. ഇപ്പോൾ പറയുന്നത് കള്ളവോട്ടാണ് എന്നാണ്. 74,686 കള്ളവോട്ടിനാണോ സുരേഷ് ഗോപി ജയിച്ചത്? 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു MP എന്ന് പറയുന്ന ഒരു മണ്ഡലം, MP മണ്ഡലം, ലോക്സഭാ മണ്ഡലം. അതിൽ 6 സ്ഥലത്തും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപി ജയിച്ചതിലെ അസൂയയാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. സുരേഷ് ഗോപി ജയിച്ചതിലെ അസൂയ കൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരോ ദിവസവും ഓരോ അധിക്ഷേപം ഉന്നയിക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കഷണ്ടിക്കിപ്പോൾ മരുന്ന് വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അസൂയയ്ക്ക്, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അസൂയയ്ക്ക് മറുപടി മരുന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുനിശ്ചിതമായ വിജയം മാത്രമാണ്. അത് ഇന്ന് തൃശ്ശൂർ, നാളെ കേരളം മുഴുവനും വിജയിക്കും. അതിനിടയിലാണ് പറയുന്നത് സുരേഷ് ഗോപി രാജിവെക്കണം. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനോടാണ് പറയേണ്ടത്. സുരേഷ് ഗോപി രാജിവെക്കണം എന്ന് പറയുന്നവർ കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലത്തിലെയും MP-മാർ രാജിവെക്കട്ടെ. BJP പറയാൻ ആഗ്രഹിക്കുന്നു. BJP അല്ലല്ലോ തെറ്റുകാർ. ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പോരായികയുണ്ടെങ്കിൽ കേരളത്തിലെ 19 MP-മാരും രാജിവെക്കട്ടെ. എന്നിട്ട് സുരേഷ് ഗോപിയോട് അഭ്യർത്ഥിക്കട്ടെ. പിന്നെ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തണ്ട. പ്രതാപനെതിരെ കേസ് ഞങ്ങൾ കൊടുക്കും. കാരണം പ്രതാപൻ ഇപ്പം ചെയ്തിട്ടുള്ളത്, പ്രതാപൻ കേസ് കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്. സുരേഷ് ഗോപി വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെടാൻ യാതൊരു കാരണവുമില്ല. ആരെങ്കിലും വോട്ട് എവിടെയെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചേർത്ത വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ചെയ്തു എന്ന് ആരാണ് പ്രതാപനോട് പറഞ്ഞത്? അപ്പം മാനനഷ്ടക്കേസ് പ്രതാപനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഫയൽ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ 2 വോട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്ക് 2 വോട്ടുണ്ട്. VD സതീശന് 2 വോട്ടുണ്ട്. കേരളത്തിലെ നേതാക്കന്മാരുടെ വീടുകളിലും ഓഫീസുകളിലും നിരവധി വോട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു നേതാവുണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ.